Oh God, why do you always close this window? ഭയങ്കര ശല്യവാ. അത് അടഞ്ഞു തന്നെ കിടന്നോട്ടെ സിസി. നിനക്കെന്താ ഈ ആണുങ്ങളോട് ഇത്ര വെറുപ്പ്? പ്രണയലോലനായി അമലേ, നിന്നടുത്ത് ഇരവിലിന്നു ഞാനെത്തും. മണിയറവാതിൽ അടച്ചു നിന്നാലും അകത്തു വന്നു ഞാൻ നിൽക്കും. ആളല്പം ബോറന. അല്പമോ? പരമ ബോറന. പക്ഷെ പാവമാണ് കേട്ടോ. ചേച്ചി, ഞാനിപ്പോ വരാം. എവിടേക്കാ മോനെ? വൈദ്യരുടെ അടുത്തുനിന്ന് പോയി നോക്കട്ടെ അച്ഛാ. ഉണ്ണി, ബീഡിയുടെ കാര്യം മറക്കണ്ട കേട്ടോ. 1-2 കുപ്പി കള്ളും കൂടെ വാങ്ങിച്ചോ. എല്ലാം എന്റെ തലവിധി. വൈദ്യരോട് എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛാ? ഉണ്ട്. വേഗം മരിക്കണം. അതിനെന്തെങ്കിലും തരാൻ പറയൂ. നീ ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. നീ എവിടെ പോന്നു? ഓ, നിന്റെ ആളെ കാണാനായിരിക്കും. പോടി, വേഗം വരണേ. നീ നല്ല ആളാ. നീ എന്ത് പറ്റി? ഇതാ നോക്ക്, നമുക്കിവിടെ നിൽക്കണ്ട, വാ പോവാം.
നന്ദിനി, ഉറക്കം വരുന്നില്ലേ? എന്താ ഇത്ര ആലോചന? ഒന്നുമില്ല. ആട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ എന്താ എന്തിനെ അയാളോട് ഇങ്ങനെ ഇൻഡിഫറന്റ് ആയിട്ടൊക്കെ പെരുമാറുന്നത്? ആരോട്? ആ വേണുനോട്. അങ്ങനെയൊന്നുമില്ലല്ലോ. അയാളൊരു ശുദ്ധ പാവമാണ് കേട്ടോ. ഉറങ്ങാം. ബീച്ചിലെ സംഭവം തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. നിനക്ക് വേണ്ടിയല്ലേ വേണു അവരുമായിട്ട് ഏറ്റുമുട്ടിയത്? ലൈറ്റ് അണക്കട്ടെ. ഗുഡ് നൈറ്റ്. അന്നത്തെ ആ പാർക്ക് സംഭവം വേണ്ടത്ര ഏറ്റില്ലല്ലോ മോഹന. അതെല്ലാം ശരിക്കേറ്റിട്ടുണ്ടടാ. ആ അവന്മാരുടെ കയ്യിൽ നിന്ന് 2-3 കിട്ടിയത് തന്നെ മിച്ചം. വലിയ ഹീറോ ആവാൻ ശ്രമിച്ചിട്ടല്ലേ? ഡാഡാ, ഒരുമാതിരി വലിച്ചു ചിരിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ എന്തോ വേണം? വേണു അങ്ങനെ തോൽക്കുമെന്നൊന്നും നീ കരുതണ്ട. തോൽക്കാനോ? ട്രൈ ആൻഡ് ട്രൈ അഗൈൻ. യു വിൽ സക്സീഡ് അറ്റ് ലാസ്റ്റ്. ആ പിന്നെ ഈ പോക്കിനെങ്കിലും നിന്റെ വാദ്യാരോട് വിവരങ്ങളെല്ലാം തുറന്നു പറയണം കേട്ടോ. കൊള്ളാം. നിനക്ക് വേറൊന്നും പറയാനില്ലേ? ഞാൻ തമാശ പറയല്ല. ഇതൊക്കെ എപ്പോഴും തുറന്നു പറയുന്ന നല്ലത്. ആണുങ്ങളുടെ മനസ്സ് കുരങ്ങിനെ പോലെയാ. വേറൊരു മരം കണ്ടാൽ ഉടനെ അങ്ങോട്ട് ചാടും. ഉപദേശത്തിന് വളരെ നന്ദി. വാ പോവാം. എന്റെ മക്കള് കരയില്ലേ? കുട്ടി കരയില്ലടാ. അയ്യോ, ഉണ്ണി, ഇത് കുഞ്ഞിന് കൊടു. ഇതെന്താ ചേച്ചി? അതിന് തരാനാ പറഞ്ഞത്. ഉണ്ണി, ഇത് അപ്പേട്ടിന് കൊടുക്ക്. മുണ്ട് മാത്രമേ ഉള്ളൂ, ഷർട്ടൊന്നുമില്ലേ? ഷാപ്പിലത്തേക്കുള്ള വകയായി. അമ്മണി, ഓ എനിക്കിതും വേണ്ട. വേണ്ടെങ്കിൽ കൊടുക്കണ്ട ചേച്ചി. എടി, ഇതൊരു കൂട്ടുകാരുടെ വീട്ടിൽ കൊടുക്കാനുള്ളതാ. ഇല്ല, വാങ്ങോ ഒച്ചേ. ഇന്നാ ചേച്ചി. ചേച്ചി, എന്തിനാടി ഇതൊക്കെ? ഇത് അച്ഛനാ, ഒരു മുണ്ടും വരികയും. ഇതകത്ത് കൊണ്ടുവന്ന് വയ്ക്കുക. ശരി അച്ഛാ. പോയി കുളിച്ച് വല്ലതും കഴിക്കുക. എപ്പോ വന്നു? കാലത്ത്. പുതിയ ജോലിയും ചുറ്റുപാടും ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. ഏതായാലും ശാരീരികമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. മാനസികമായിട്ടും ഇല്ല. അന്നും ഇന്നും ഞാൻ ഒരുപോലെ തന്നെയാണ്. അപ്പോ ഞാൻ മാറിയെന്നാണോ? ഒരുപോലെയാണ്. അയച്ച കത്തിന് ഒരു മറുപടി കിട്ടാൻ പോലും അർഹതയില്ല എനിക്ക്. നന്ദിനിയുടെ കത്തുകൾക്ക് ഞാൻ മനഃപൂർവ്വം മറുപടി അയക്കാതിരുന്ന നന്ദിനിയെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ നന്ദിനി വിചാരിക്കുന്ന പോലല്ല, ഒരു സഹോദരിയെ മാത്രം. എന്റെ ദുഃഖം മറ്റുള്ളവരെ അറിയിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചിരിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സ് കരയുകയായിരുന്നു.